ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത്. എ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഞാൻ ഫ്രഷായിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കഴിക്കുന്നതും പിന്നെ ഇവിടെ നിന്ന് ഉണ്ടാകുന്ന എൻ്റെ ദിവസത്തിലെ ഒരു ഈവനിങ് വരെയുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ രാവിലെ ഇഡ്ഡലി ഉണ്ട്, പിന്നെ എനിക്ക് ദോശ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദോശ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്ന രണ്ട് ടൈപ്പ് ദോശ, കനലത്തും കനലുള്ളതുണ്ട്. പിന്നെ എന്നിട്ട് ചിക്കൻ്റെ കുറച്ച് ബാക്കിയുണ്ട്, പിന്നെ ഒരു ഉള്ളിക്കറി ഉണ്ട്, പിന്നെ സാമ്പാറുണ്ട്. ഇത്ര ഐറ്റംസാണ്. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ ഷോപ്പിലെത്തുമ്പോൾ ഷോപ്പ് നല്ല അലങ്കോലമായിട്ടിരിക്കുന്നതാവുക. തലേ ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങനെ വെച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ വന്ന ആദ്യത്തെ പരിപാടി ഫുള്ള് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷോപ്പിൻ്റെ പുറത്ത് നമുക്ക് 2-3 വർക്ക് ഉണ്ടായിരുന്നു. അത് രാവിലെ പോയി അവിടുന്ന് വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല, കസ്റ്റമർ സൈറ്റ് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഷോപ്പിലുണ്ടായിരുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു വർക്ക് കൂടി വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതും കൂടി പോയി, ഇന്നലെ പോയതാണ്, സ്പെയർ പെയിൻറ്റിങ് ഇട്ടതാണ്. അപ്പോൾ അത് പോയി കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതാണ്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഫുള്ള് നനഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് വരുമ്പോഴാണ് 99 രൂപയ്ക്ക് ചില്ലി ചിക്കനും അതുപോലെ നെയ്ച്ചോറും അതുപോലെ കുഴിമന്തിയും പീസും. അത് ഞാൻ ഒരുപാട് ദിവസമായി കണ്ടു. നമ്മൾ ഷോപ്പിൻ്റെ അടുത്തുള്ളതിനാൽ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അവിടെ കയറി നമുക്ക് എന്തായാലും ഒരു കുഴിമന്തിയും അതുപോലെ തന്നെ ചിക്കൻ പീസുമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പീസും അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുള്ളൊരു റൈസും. നമുക്ക് രണ്ടാമത് അൺലിമിറ്റഡ് ഒന്നും കിട്ടില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാൾക്ക് കഴിക്കാവുന്ന തരത്തിലുള്ളൊരു റൈസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് യൂണിവേഴ്സൽ കോളേജിലേക്ക് പോകുമ്പോൾ 1-ാം മീൽസ് എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. ഒരു വലിയ പാത്രത്തിൽ മയനൈസ് നമ്മൾ മുമ്പിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബോട്ടിൽ പൊട്ടിക്കാത്തുള്ളൊരു സോസും ഉണ്ടായിരുന്നു, ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ മുമ്പിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടാകും, നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഉപയോഗിക്കാം. പിന്നെ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഒരു പിശുക്കും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇവർ 99 രൂപ വാങ്ങിക്കുന്നുള്ളതുണ്ടെങ്കിലും അത്യാവശ്യം നല്ല എന്താ പറയുക, നീറ്റ് ആൻഡ് അതുപോലെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുള്ള ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അവിടെയുള്ള ആൾക്കാരൊക്കെ. എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു, വേറെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല, അടിപൊളിയാണ്. പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ട് ഷോപ്പിൽ ഇതുപോലെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 7 മണിയായപ്പോൾ നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സലാമക്കാൻ്റെ കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ 2 മഞ്ച് വാങ്ങിക്കഴിഞ്ഞാൽ 1 മഞ്ച് ഫ്രീ കിട്ടുന്നുണ്ട്. അപ്പോൾ അതും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ ദീമണി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, ദീമണി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ സുന്ദരിമണിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് എടുത്താണ് എത്ര നേതാച്ച വിളിക്കുന്ന എൻ്റെ കുട്ടീനെ. ഞാൻ പുറത്തുനിന്ന് തന്നെ വിളിച്ചാലേ അച്ഛ കുട്ടീനെ, അല്ലേ? പുറത്തുനിന്ന് വിളിച്ചാലേ അച്ഛ കുട്ടീനെ. 3 ഇനി ഒന്ന് ഇവിടുത്തെ വേറെ ചെറിയ കുട്ടിയില്ലേ, അതിനുള്ളൂ. അപ്പോൾ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലൊന്ന് ഫ്രഷായി 5 കൊണ്ട് പുറത്തേക്ക് പോകണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. ഇനി നാളെയും പറ്റില്ല, അത് കഴിഞ്ഞ് ഞായറാഴ്ച ഞങ്ങൾക്ക് ട്രിപ്പ് ഉണ്ട്. അപ്പോൾ എന്തായാലും പറ്റില്ല, അങ്ങനെ ഇരിക്കും. പോകണ്ടെന്നുള്ള ഡബിൾ മൈൻഡിൽ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഒരു മരുന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞത്. അപ്പോൾ ആ ഗ്യാപ്പിൽ അച്ഛനും കൂട്ടി പുറത്ത് പോകാനുള്ളൊരു പരിപാടിയാണ് ഞങ്ങൾ. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. പോവാം. ഇങ്ങനെ എടുക്കട്ടോ, എൻ്റെ സൈഡിൽ എടുക്കണ്ട. അല്ല ഇതാ ചന്ദ്രപടനെ എന്താ പറയുക, ഓണാക്കിനോ ഈ എന്നാൽ വേടുക്കേ വണ്ടിക്കാർ വേക്കുന്ന ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെറുതെ അങ്ങോട്ട് കൂടെ എടുത്തിട്ടുണ്ടോ, ഞാൻ എടുത്ത മാതിരി ഒന്നും ആയിരുന്നില്ല. അറിയാം
ഞാൻ ആ സൈഡ് കഴിക്കാൻ അപ്പോൾ നമ്മളെല്ലാം എന്താ പറയുക ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട ഒരു കടമയും കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമായിരിക്കും. ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജിത് കൃഷ്ണൻ സൈനിങ് ഓഫ്.